ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഞാൻ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില ആളുകൾ കുറ്റപ്പെടുത്തുകയുണ്ടായി, ചില ആളുകൾ എന്നെ പരിഹസിച്ചു, ചില ആളുകൾ എൻ്റെ തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി. എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കുറേ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് എനിക്കും ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അത്രമേൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അത്രമേൽ നല്ല രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയോ എന്തോ ആയിക്കോ, അതിനകത്തൊന്നും ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകണം എന്നത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. ഈ വീഡിയോയുടെ അടിയിലും എൻ്റെ നിഗമനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള അഭിപ്രായം എന്താണെന്നും പറയാം. മകളെ, ഏറ്റവും ആദ്യം എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത ഉണ്ടാകുക എന്നതായ കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്കൊരു ആവറേജ് ആയിട്ട് എത്ര മാർക്ക് ഉണ്ട് എന്ന് വരികിൽ എനിക്ക് പഠിച്ചു തുടങ്ങാം. ആ ഒരു മാർക്കിന്റെ ഒരു പോസിബിലിറ്റി എത്രയാണെന്ന് പറയാമോ? കാരണം മെയിൻസ് ലിസ്റ്റ് എന്ന് പറയുന്നതായ സംവിധാനത്തിൽ ഞാൻ ഇനിയും ഉൾപ്പെടുമോ എന്നത് എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഞാൻ പഠിക്കണോ? എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ അവിടെ ചെലവാക്കണോ? അതോ മറ്റേതെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേരുടെ മുമ്പിലുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മകളെ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇനി വരാനുള്ളതിൽ ഏറ്റവും പ്രസക്തമായ 2 പരീക്ഷ എന്ന് പറയുന്നത് മെയിൻസിലൂടെ SI മെയിൻസ് വരാനുണ്ട്, അതുപോലെ LSGS പരീക്ഷയും വരാനുണ്ട്. LSGD എന്നോ LSGS എന്നോ ഈ പറയുന്നതായ 2 പരീക്ഷകളാണ് നിലവിൽ നമുക്ക് വരാനുള്ളത്. ശരിയല്ലേ? ഇതല്ലാതെ വേറെ കുറെ അസിസ്റ്റന്റ് ഡയറക്ടർ, മാർക്കറ്റിംഗ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തസ്തികകൾ കൂടി അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളും പ്രിപ്പയർ ചെയ്തതായി ഈ 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നടത്തിയതായ പരീക്ഷകളിൽ എത്രമേൽ ഉദ്യോഗാർത്ഥികൾ എഴുതിയിട്ടുണ്ടോ അത്രമേൽ ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ പ്രാവശ്യവും പരീക്ഷ എഴുതിയിട്ടുണ്ട്. വലിയ കാര്യമായ എണ്ണത്തിനകത്തെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാനും സാധിച്ചിട്ടൊന്നുമില്ല. ശരി, എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതിൻ്റെ അകത്ത് ആരും ചാടി പിടിക്കാൻ നിൽക്കണ്ട. എന്നിരുന്നാലും നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആവറേജ് അല്ലെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് എത്രമേൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതല്ലേ നിങ്ങളുടെ ചോദ്യം. മക്കളെ, അതിന് ഞാനൊരു പഴയ കഥയിലേക്ക് പോകണം. കൊറോണ കാലയളവ്. ഈ കൊറോണ സമയത്ത് ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസിന്റെ ഒരു പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അന്ന് 3 ഫേസുകൾ തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. 3ആണോ 4ആണോ? 3ഓ 4 ഫേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഇതേപോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ ഫേസിനകത്തും ഇന്ന ഫേസിൽ എളുപ്പമുള്ള ചോദ്യം, ഇന്ന ഫേസിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്നിങ്ങനെയുള്ള വാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അന്നേ കാലയളവിൽ അധ്യാപകരായിട്ടുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള അധ്യാപകർ പറഞ്ഞത് 20+ മുകളിൽ മാർക്ക് സ്കോർ ചെയ്തവർ എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടാകുമെന്നാണ്. പക്ഷേ പതിവിലും വിപരീതമായിട്ട് അന്ന് 40+ റേഞ്ചിലേക്ക് മാറുകയാണ് ഉണ്ടായത്. എന്ത്? ഈ പറയുന്ന കട്ട് ഓഫ്. ഓക്കെ ആണോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ പറയുന്ന പ്രിലിംസിനകത്ത് ഒരുപാട് മാർക്ക് വാങ്ങിയിട്ട് ഗുണമൊന്നുമില്ല. നമ്മൾ ക്വാളിഫൈ ആയോ ഇല്ലയോ എന്നുള്ളതിലാണ് ചോദ്യം. ശരിയല്ലേ? ക്വാളിഫൈ ആയോ ഇല്ലയോ എന്നുള്ളതിലാണ് ചോദ്യം. ലിസ്റ്റിനകത്ത് എങ്ങനെയും ഉൾപ്പെടാനുള്ള വഴി ഉണ്ടാക്കുക. ശരിയല്ലേ? അപ്പോൾ നിലവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ ഒരു സാധനം ഇത്രയേ ഉള്ളൂ. മക്കളെ, ഈ പറയുന്ന കൊറോണ കാലയളവിൽ ഇതാണ് സംഭവിച്ചത് എങ്കിൽ ഈ കൊറോണ കാലയളവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപരിചയിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ കാല് വെക്കുന്നതേ ഉള്ളൂ. ആ സമയത്തുണ്ടായ പ്രശ്നത്തിന് പോലും 40 മാർക്കാ. ഇപ്പോ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് ഇത് എത്രാമത്തെ ഡിഗ്രി പ്രിലിംസാ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ പറയുന്ന കട്ട് ഓഫിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ അവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്നതായ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് 3ാമത്തെ ഫേസ് എക്സാം എഴുതിയ ആളുകൾക്ക് ഒരു 20+ റേഞ്ച്, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20 റേഞ്ച് വരെയെങ്കിലും ഈ പറയുന്ന നോർമലൈസേഷൻ എന്ന രീതിയിൽ മാർക്ക് ആഡ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന കാരണം കൂടി ചേർത്ത് പരിഗണിക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്, SI മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഒരു മിനിമം ഒരു 30+ റേഞ്ച് മാർക്ക് കിട്ടുന്നതായ ആളുകൾ ആണെങ്കിൽ, ഓക്കെ, 30+ മാർക്ക്, ഒരു ±5 വേണമെങ്കിൽ വരാം, മൈനസ് എന്തായാലും വരില്ല, ഒരു 35 മുകളിലേക്ക് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാം. ഓക്കെ, എന്നിരുന്നാലും ഒരു 30 മാർക്കിന് മുകളിലുള്ളവർക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി LSGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ LSGD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മക്കളെ, ഒരു 40നും 45നും ഒക്കെ മുകളിലുള്ള സാഹചര്യമാണെങ്കിൽ,
എന്തായാലും ഈ പറയുന്ന തേർഡ് ഫേസിലുള്ള ആളുകൾക്ക് മിനിമം 20 മാർക്ക് ആഡ് ആവും. സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എങ്ങനെ ഒരു 5നും 10നും ഇടയിലായ രീതിയിലായിരിക്കും മാർക്ക് ആഡ് ആകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതൊരു ജസ്റ്റ് ഒരു ആവറേജ് എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള കാര്യമാണ്. ഇത് ഞാൻ കറക്റ്റ് എൻ്റെ ഒരു മൈൻഡിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ മാക്സിമം 20 മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ എനിക്ക് സാധിച്ചൊരു കാര്യമാണ്. മാക്സിമം ഒരു 20 മാർക്ക് വരെയെങ്കിലും വരണം, എന്നാലേ ഈ പറയുന്ന പരീക്ഷകളൊന്ന് ടാലി ആവുന്ന സാഹചര്യത്തിലേക്ക് വരും. കാര്യം 16 ഡിലീഷൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി എന്താ നമുക്ക് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, മക്കളെ മൊത്തമായിട്ട് ഈ ഒരു 45ന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്തവരെ, ഇൻക്ലൂഡിങ് ഈ നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് കേട്ടോ. ഇനി എന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ഈ ഒരു 2 വർഷം പിന്നിലേക്ക് ചിന്തിച്ചാൽ മതി. PSC കാര്യമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇതിന് PSC മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളതിലാണ് എന്റെ സംശയം. കാര്യം എത്രമേൽ ഇങ്ങനെ ഡിലീഷനുകൾ ഉണ്ടാകുന്നോ, കട്ട് ഓഫിനെ സാരമായി ബാധിക്കുന്നോ, അത്രമേൽ ആളുകളെ കുറച്ചെടുത്താൽ മതി എന്നുള്ള ചിന്ത ഉണ്ടോ എന്ന് പോലും എനിക്ക് ചില സാഹചര്യങ്ങളിൽ തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറയുക, ഒരു 30+ റേഞ്ചിനകത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി സ്പെഷ്യൽ ടോപ്പിക്കുകളായ സാധനങ്ങളില്ലേ, ഇപ്പോൾ SIയുടെ കാര്യം പറയുവാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പിന്നത്തേക്ക് പോയി, അതിന് മുമ്പ് പഠിക്കേണ്ടതായ കാര്യങ്ങളെ അതിന് മുമ്പ് അങ്ങ് പഠിച്ചു മാറ്റ്. അതല്ലേ നല്ലേ. ഒരു 45+ അല്ലെ ഒരു 40-45+ മാർക്ക് വാങ്ങിച്ച ആളുകളാണെങ്കിൽ LSDSന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഓക്കെ. അപ്പോ അത് പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇനി കുഴപ്പമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. എടാ, ഇനി ഒരു പക്ഷേ മെയിൻസിന്റെ ലിസ്റ്റ് വന്നു എന്നിരിക്കട്ടെ. ഈ പറയുന്ന മെയിൻസിന്റെ ലിസ്റ്റ് വരുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. നിങ്ങൾ എന്തിനു പേടിക്കണം? നിലവിൽ നമ്മുടെ മുമ്പിൽ CGLന്റെ പരീക്ഷ വരുന്നുണ്ട്. അല്ല, കേരള PSC എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് 9th+ പാസ്സായ ആളുകൾക്ക് നമ്മുടെ അറ്റൻഡന്റ് പരീക്ഷ എന്നത് ഒരെണ്ണം ഇപ്പോഴാ വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പഠിക്കാം. അല്ല, ഇനി നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്കുള്ള പരീക്ഷകളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ CGLന്റെ പരീക്ഷ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷ വിളിച്ചിട്ടുണ്ട്. ALP എക്സാമിന്റെ എക്സാമും ബാക്കി കാര്യങ്ങളും എല്ലാം ഇനി വരും. ഇനി ഇതേ മാസം തന്നെ, ജൂലൈ മാസം അവസാനത്തോടു കൂടി വരുമെന്നാണ്. എന്നിരുന്നാലും ഒരു സെപ്റ്റംബറിനകത്ത് എന്തായാലും NTPCയുടേതായ ഡീറ്റെയിലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരുപാട് SSC ഓറിയന്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പിന്നെ കേരള PSCക്ക് അകത്ത് തന്നെ വരുന്ന മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ വേറെ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഇപ്പോ ഈ പറയുന്നതായ LSDSന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ CGL എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും യോഗ്യരാ. JE അത് എഞ്ചിനീയറിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതുപോലെ ALP ഇതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന CGLും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എന്തായാലും അടുത്ത 2025 പരീക്ഷ ഉണ്ടാവും. ഏകദേശം ഒരു ഏപ്രിൽ ജൂലൈ ആ ഒരു കണക്കുകൂട്ടലിലാണ് നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ പറയുന്ന നിലവിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗമില്ല എന്ന് തോന്നൽ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതിൽ ആർക്കും എന്നോട് നീരസം വരുത്. ഇനി ഞാൻ പറഞ്ഞതായതായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ തിരുത്താം. അതിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് താഴേക്ക് കമന്റ് ചെയ്തേക്കുക. വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ കമന്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരാൻ പറ്റും. ശരി, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.